ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു 2 മാസം മുന്നേ ഉള്ള വീഡിയോ, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 27, 28 കൂടിയുള്ളൊരു വീഡിയോ. 27 നമ്മൾ അവിടെ നിന്ന് തൽക്കാലം UAE ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ യാതൊരുവിധ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടിലെത്തി TV നോക്കുമ്പോഴത്തേനെ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒന്നും മനസ്സിലാകാത്തൊരു അവസ്ഥയിലോട്ടത് പോയി. പിന്നെ ആ സമയത്ത് നമ്മളിങ്ങെത്തിയാലും മൈൻഡ് ഫുള്ള് ഭയങ്കര ഒരു സെറ്റല്ലാത്തൊരവസ്ഥയായിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ എന്തായാലും എടുത്തല്ലേ ഇട്ടേക്കാന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എവിടെ കയറിപ്പോയി? ഇത്തവണ നമ്മൾ 9:30-ക്കുള്ള ഫ്ലൈറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇവർ കിടന്ന് ഉറങ്ങിയാൽ നൈറ്റ് ഉറങ്ങാൻ താമസിച്ചാലോ എന്നോർത്ത് രണ്ടുപേരെ ഉറക്കാതെ ഇങ്ങനെ പിടിച്ചിരുത്തി വയ്ക്കാം. എങ്കിലും നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴേ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാതെ ആദ്യം തന്നെ ചെക്ക് ഇൻ ചെയ്യാനൊക്കെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ടാ വന്നൊരു കണ്ടാ രണ്ടാൾക്ക് ഒരു സൈഡിൽ കൂടി ഉറക്കം വന്ന് തുടങ്ങിയെങ്കിലും ട്രെയിനിൽ കയറിയപ്പോഴത്തേനെ ആ മൂടൊക്കെ അങ്ങ് മാറി. രണ്ടുപേർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുള്ളങ്ങോട്ട് ആസ്വദിക്കുന്നതിന് മുന്നേ ഇറങ്ങേണ്ടി വന്നുകൊണ്ട് അതൊരു സങ്കടമായിരുന്നു. സന്തോഷമുണ്ടോ? കണ്ണു മുഴിച്ച് കേൾക്കുന്നു. കുട്ടിയത് എന്തൊരു എപ്പിനാണോ? ഭൂമിക്കുട്ടിനെ കാണിച്ചു കൊടുത്തോ? ഭൂമിക്കുട്ടി എന്തോ എപ്പോഴും പോകുന്നു അതുവഴി. എന്തോ പറ്റിക്കുട്ടി അങ്ങോട്ട് പോയേ? അതെന്തോ അത്? ബാങ്ക് വെച്ച് നമ്പൂറ്റിയെ പ്രാർത്ഥിക്കാൻ സമയമായി. ഭൂമിക്കുട്ട 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 അമ്മ കാണാൻ എങ്ങോട്ടും പോവില്ല കേട്ടോ. പിറ്റിക്കുട്ടോ ഫ്ലൈറ്റ് എവിടെ? ബേബി കരയിപ്പിച്ചു. ഭൂമിക്കുട്ടൻ കരഞ്ഞ പുറകിലൊരു ബേബീനെ കണ്ടോ? ഒരു കുഞ്ഞു ബേബീനെ കണ്ടോ? ബേബി അങ്ങനെ കയറി ഞങ്ങൾ സെറ്റായി. തവണ രണ്ടുപേരും സീറ്റിലിരുന്നൊക്കെയാണ് വരുന്നത്. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കരയോ ഇരിക്കുകയോ എങ്ങനെയൊക്കെയാണ്. പക്ഷേ പ്രതീക്ഷിച്ചത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രണ്ടുപേരും നല്ല ഉറക്കം വന്നിരുന്നതുകൊണ്ട് രണ്ടുപേരും കയറി സമയമായപ്പോഴത്തേനും ഉറങ്ങി. ഭൂമിക്കുട്ടൻ നേരെ കയറി ഇരിക്കുന്നതേ അവൻ ഉറങ്ങി വീഴാനെ കൊണ്ട് തുടങ്ങി. അങ്ങനെ രണ്ടുപേരും ഉറങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കരച്ചിലും ഒന്നുമില്ലാതെ രണ്ടുപേരും ഉറങ്ങി. രണ്ടുപേരും സുഖമായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് നമുക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അത്യാവശ്യം ഉറക്കം പിടിച്ചപ്പോഴത്തേനെ രണ്ടുപേരെയും മടിയിലോട്ടൊക്കെ കിടത്തി അവരെ സെറ്റാക്കിയപ്പോഴത്തേനെ അവർക്കുള്ള ഫുഡ് വന്നു. പക്ഷേ ഉറങ്ങിയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ബന്നും ഡ്രിങ്ക്സും ഒക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. എനിക്ക് പക്ഷേ
ഞങ്ങളുടെ ഫുഡാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കേക്ക് കുഴപ്പമില്ലായിരുന്നു, കേക്ക് നല്ലതായിരുന്നു. മറ്റേ ഗാർലിക്കിൻ്റെ പാസ്തയും ബിസ്ക്കറ്റും ഒക്കെ ആയിരുന്നു അവരുടേത്. റൈസും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുഞ്ഞുങ്ങളുടെ ഫുഡിനെക്കാട്ടിലും കൊള്ളായിരുന്നത് വലിയവരുടെ ഫുഡ് തന്നെയാണ്. അങ്ങനെ അവരുടെ ഫുഡ് കഴിഞ്ഞപ്പോഴത്തേനേയും ഞങ്ങളുടെ ഫുഡ് വന്നു, അതും കഴിച്ചു. ഞങ്ങളുടെ ഫുഡ് അടിപൊളിയായിരുന്നു. അതും എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ സിനിമയൊക്കെ കണ്ട് സമയം പെട്ടെന്ന് തന്നെ പോയി. പുള്ളിയുണ്ട്, കൈയുണ്ട്, കയ്യിലുണ്ട്, നന്നോട്ട് എല്ലാവരും കത്തിനോട്ട് വെള്ളി കച്ചു അങ്ങനെ പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ ലാൻഡ് ചെയ്തു. തിരക്കൊക്കെ കഴിയിട്ട് എല്ലാവരും ഇറങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് പെട്ടിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത വെയിറ്റിംഗ് ആണ്. ആ സമയത്ത് പിന്നെ എടുത്തു വെച്ചിരുന്ന ജ്യൂസും ബന്നും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് അവരുടെ അത്യാവശ്യ വിശപ്പും അങ്ങനെ അങ്ങ് തീർത്തു. അങ്ങനെ പെട്ടിക്ക് വേണ്ടി നിന്ന് ലാസ്റ്റായിട്ട് വരുന്ന ബാഗാണ് നമ്മുടേത്. കാരണം നമ്മൾ ആദ്യമേ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കയറിയായിരുന്നല്ലോ, അപ്പോൾ സ്വാഭാവികമായും ബാഗ് വരാൻ ലേറ്റ് ആകുമല്ലോ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ബാഗും വന്ന് അതും എടുത്ത് നമ്മൾ പയ്യെ ഇറങ്ങി. തിരിച്ച് വരുന്ന വഴിക്ക് കാറിൽ കയറിയിട്ടും രണ്ടുപേരും ഉറക്കമായിരുന്നു, വീട്ടിലെത്തിയിട്ടും രണ്ടുപേരും കിടന്ന് ഉറക്കമായിരുന്നു. അങ്ങനെ നീണ്ട ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും എണീറ്റ് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ കുട്ടി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്